മാറാട് കേരളത്തിലെ മറ്റേതൊരു പ്രദേശവും പോലെ വളരെ സമാധാനപൂർവ്വം ജീവിച്ചു പോയൊരു തീരഗ്രാമമായിരുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും, ഹിന്ദുക്കളിൽ ഭൂരിപക്ഷവും വരയരായിരുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും വളരെ സ്നേഹപൂർവ്വം ജീവിച്ചു പോകുന്നവരാണ്. ഒന്നിച്ച് മത്സ്യബന്ധന ബോട്ടിൽ വെള്ളം നിറക്കും, ഇന്ധനം നിറക്കും. അതിൻ്റെയൊന്നും പേരിൽ കാര്യമായ ഒരു സംഘർഷമോ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളോ ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. അങ്ങനെയുള്ള വളരെ ശാന്തമായി മനുഷ്യർ ജീവിച്ചു പോകുന്ന ഒരു പ്രദേശത്ത് വളരെ നിസ്സാരമായ ഒരു പ്രശ്നത്തെ ചൊല്ലിയാണ് ചേരിതിരിവുണ്ടാവുന്നത്. 2002 ന്യൂ ഇയർ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചെറിയ പ്രശ്നങ്ങൾ, ഏതോ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ തട്ടിപ്പോയി, അതിനെ തുടർന്നുള്ള ചെറിയ സ്വാരസ്യങ്ങൾ, അതിനെ കേന്ദ്രീകരിച്ച് വളരെ ബോധപൂർവം ഹിന്ദു ഐക്യവേദിയും അതേപോലെ തന്നെ അവിടുത്തെ സംഘപരിവാർ സംഘങ്ങളും നടത്തിയ കിംവദന്തികൾ, ആ സംഭവങ്ങളാണ് കൊലപാതകങ്ങളിലേക്ക് എത്തുന്നത്. ആ കൊലപാതകങ്ങളെ തുടർന്നാണ് അവിടെ സംഘർഷങ്ങളും കലാപങ്ങളും ഉണ്ടാകുന്നത്. ആ കലാപങ്ങളിലാണ്, ഒന്നാം മാറാട് കലാപങ്ങളിലാണ് 5 പേർ മരിച്ചു പോകുന്നത്. അപ്പോൾ വളരെ ശാന്തമായിരുന്ന, സമാധാനമായിരുന്ന മനുഷ്യർക്കിടയിൽ ഇങ്ങനെ തീയിട്ട് വർഗീയത ആളിപ്പടർത്താനും മനുഷ്യജീവനുകൾ അതുവഴി നഷ്ടപ്പെടുത്തി കളയാനും കഴിയുന്ന സാഹചര്യം എങ്ങനെയുണ്ടായി? അവിടെ നേരത്തെ മുതൽ ഹിന്ദു ഐക്യവേദി, അരയ സമാജം, ഇതെല്ലാം RSSൻ്റെ ഒരു അജണ്ടയിൽ പ്രവർത്തിക്കുക. മറുപുറത്താണെങ്കിൽ മുസ്ലിം ലീഗും മുസ്ലിം ലീഗിനെ പിൻപറ്റിക്കൊണ്ട് ശക്തിപ്പെട്ടു വന്ന തീവ്രവാദ ശക്തികളോട് പ്രവർത്തിക്കുക.